ഹലോ ഗൈസ്, ഈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന വെസ്റ്റ്മലേറ്റർ ഇന്തോനേഷ്യ ആണ്. ഗെയിമിൽ എല്ലാവർക്കും സാധാ നമ്മളന്ന് കളിച്ച ജയഗുരു ചെന്ന് അവിടെ ഇടിച്ച് ഫുള്ള് സീനൊക്കെയായി പോലീസൊക്കെ വന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നലെ രക്ഷപ്പെട്ടു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. നമുക്ക് നേരെ എന്തെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് നേരെ പോകാൻ കഴിച്ചു. ഇവിടുന്ന് കുറേ നേരം നിന്ന് ബളബള അടിച്ചാൽ പോലീസ് പിടിക്കും. നമുക്ക് നേരെ വിടാം ഗീസ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കൊമ്പൻ്റെ ആവൂതാണ് കേട്ടോ. കൊമ്പൻ്റെ ആവൂത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എൻ്റെ സിയൂസ് വേൾഡ് എന്നുള്ള പേര് മാറ്റി സിയൂസ് വെയിറ്റി എന്നാണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. യൂസ് വെയിറ്റി അങ്ങനെ അടിച്ചാൽ മതി. നമുക്ക് തംബ്നെയിലിൽ ഇടാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ വേണ്ട. നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എടുക്കടാ. എവിടെയെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് കിട്ടില്ല തംബ്നെയിൽ അങ്ങോട്ടൊക്കെ എടുക്കാം. തംബ്നെയിൽ ഇടാൻ ഫോട്ടോ ഒന്നുമില്ല. നമുക്ക് തംബ്നെയിൽ ഇടണ്ട. തംബ്നെയിൽ ഇടാനാണെങ്കിൽ ഒരു ഫോട്ടോ ഇല്ല. കൊമ്പൻ്റെ ആവൂതിൻ്റെ ചെക്കൻ സീനാണ്. പക്ഷെ എൻ്റെ പൊന്നങ്ങറേനി കത്തിച്ച് വേണം. ദാവൂദിൻ്റെ ഓരോ പണികളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ദാവൂദ് ഭയങ്കര സ്പീഡിലാണ് ഇപ്പം. നമ്മൾ പോലും അറിയാത്ത കുണ്ടും കുഴി കൂടെയാണ് ഇപ്പം ദാവൂദ് പോകുന്നത്. നമുക്കറിയാൻ പറ്റൂല. നമ്മൾ മറ്റേ ആ ടയറിൽ മറ്റേ ആ ബ്ലൂ കളർ സാധനമില്ലേ, കട്ടർ കയറിയാലും ചാടാത്ത, അതെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ചാടുന്നതൊന്നും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റില്ല. വണ്ടി കിടന്ന് ചാടും, പക്ഷെ നമുക്ക് ഉള്ളിയിരുന്നുകൊണ്ട് ഒരു ചാട്ടം എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. അങ്ങനെയാണ് ഈ ഒരു എന്തായാലും നമുക്ക് കത്തിച്ചു വിടാം. നമുക്ക് തംബ്നെയിൽ ഇടാൻ ഏതെങ്കിലും ഫോട്ടോ വേണം. നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വീഡിയോ തീരാറാവുമ്പോൾ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നേരം കത്തിച്ചങ്ങോട്ട് കിടാം കേട്ടോ. നേരെ വിടാം. നേരെ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കയറിപ്പോണം കേട്ടോ. ഇനിയും കുറച്ച് ചിലപ്പോൾ ഞാൻ പാർട്ട് 2 ആക്കിയിടും, ചിലപ്പോൾ ഞാൻ പാർട്ട് 1 ആക്കിയിടും. ഇത് പാർട്ട് 1 ആണ്. ഇന്തോനേഷ്യയിൽ ഈ ജയഗിരി കൊണ്ടുവച്ച് ഇടിച്ചു കൊടുത്ത്. നിങ്ങൾ ആ മറ്റേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാട്ടോ. ജയഗിരി കൊണ്ട് ഇടിച്ച വീഡിയോ സീൻ വീഡിയോ അന്ന് എല്ലാവരും റിക്വസ്റ്റ് കമൻറ്റ് കൊടുത്ത് വെച്ചാണ്. ബ്രോ ജയഗിരുവിന് എടുക്കാത്ത എന്താന്നൊക്കെ ചോദിച്ചായിരുന്നു. നമ്മളങ്ങനെ അറിഞ്ഞാണ്. ദാവൂദാണെങ്കിൽ നല്ല സ്പീഡിന് കത്തിച്ചൂടാണ്. നെക്സ്റ്റ് മാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി. എനിക്ക് പരസ്യം വന്നാലും എൻ്റെ ഈ ഒരു മൈക്ക് സൗണ്ട് മാറ്റാൻ പറ്റില്ല. മൈക്ക് സൗണ്ട് എപ്പോഴും ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ മാറ്റാൻ പറ്റില്ല. അതങ്ങനെയാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഇങ്ങനെ മൈക്കിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ നേരെ പോവാം. നിങ്ങൾ നേരെ തന്നെ പോയി ഫോൺ കടയിലൊക്കെ ഉണ്ടല്ലോ, ഫോൺ കടയിൽ ഇതിൻ്റെയൊക്കെ റീസ്ട്രേഷൻ ഉണ്ട്. അതുകൊണ്ട് ലിങ്ക് കൊടുത്താൽ നമുക്കത് കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്താണ് എൻ്റെ മൈക്ക് ശരിയാക്കിയത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ, നമുക്ക് വെസ്റ്റ്മലേറ്റർ ഇന്തോനേഷ്യ ട്രക്ക് ഗെയിം ഇതേ മേളിൽ കാണിക്കുന്നുണ്ട്. അത് ആ ഒരു ഗെയിം ആയിട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. അതും എടുത്തുകൊണ്ട് നമ്മളൊരു ദിവസം വരും. അതേണ്ട പുറകിൽ ഫ്രണ്ടിൽ റിക്കവറി ചെയ്യാൻ പോകുന്നുണ്ട്. റിക്കവറി ലോറി പോകുന്നുണ്ട്. നമ്മളിതൊരു കിടക്ക് കുലുങ്ങിയാണ് പോകുന്നത്. നമുക്ക് ഇവിടെ വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും. സ്ക്രീൻഷോട്ട് എന്നിട്ട് തംബ്നെയിലിൽ ഇടാനാണ്. നേരെ കത്തിച്ച് വിടാം. തംബ്നെയിലിൽ ഇടാൻ ഒരു ഫോട്ടോ ഇല്ല എൻ്റെ കയ്യിൽ. കൊമ്പമ്പസ് ഇടുക. അത് ഈ പോളി വണ്ടിയുണ്ട്.
ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോവാം. നീ ഇവിടെ ഒന്നും ബസ് സ്റ്റാൻഡൊന്നും കാണിക്കുന്നില്ല. ഒരു കിടിലൻ സ്ഥലമാണെങ്കിൽ അവിടെ കയറ്റി അങ്ങ് അടിക്കാം. പക്ഷെ എൻ്റെ പോലെ ഈ സ്ഥലം ഞാൻ കയറട്ടെ. ഈ സ്ഥലം ഞാൻ നേരെ കയറാൻ വിചാരിച്ചാണ് കേട്ടോ. ചെക്കന്മാരൊക്കെ കൊണ്ടുപോകണ്ടേ. ചിലപ്പോൾ നമുക്ക് തംബ്നെയിലിൽ ഇടാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കാം. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം. അയ്യോ, പക്ഷെ എൻ്റെ അമ്മച്ചി കൊണ്ട് ചിടിച്ചു കൊടുത്ത് തന്നു. ഭാഗ്യമായിട്ട് ഞാൻ ഇടിച്ചില്ല. നമുക്ക് പതിയെ ബാക്കിലോട്ടൊക്കെ എടുത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ടൊക്കെ എടുക്കാം. ചെക്കൻ്റെ തംബ്നെയിൽ ഇടണ്ടേ. തംബ്നെയിൽ ചെയ്യാം. നമുക്ക് നേരം സ്ക്രീൻഷോട്ട്സ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു കിടിലൻ വ്യൂ ഉള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെക്കനിക്ക് തംബ്നെയിലൊക്കെ ഇടാനിടാം. പക്ഷെ എൻ്റെ പൊന്നും. ഓക്കെ, നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നേരെ എന്തായാലും നേരെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങാം. ഓക്കെ, ഇതുവഴി കൂടെ നേരെ ഇറങ്ങാം. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ലാതെ പോവാം. ഇവിടെ നിന്ന് പതിയെ നമ്മളെ കൊമ്പനെ ഇറക്കണം. കാടിളക്കി വരണ കൊമ്പനെ ഇറക്കണ്ടേ. കാടിളക്കി വരണ കൊമ്പൻ ഇറങ്ങുന്നുണ്ട് പതിയെ. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മളെ നമ്മ ചെക്കനെ ഇറക്കിയിട്ടുണ്ട്. അന്നേരം നോക്കിനി നേരെ അന്നേരം ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ നിർത്തത്തില്ല. ഞാൻ പറഞ്ഞല്ലോ കൊമ്പനിപ്പോൾ തമിഴ്നാട്ടിലാണല്ലേ. കൊമ്പനിപ്പോൾ തമിഴ്നാട്ടിലാണ്. ഞാൻ തമിഴ്നാട്ടിൽ എത്തിയിട്ട് കാണിച്ചു തന്നോളേ. തമിഴ്നാട്ടിൽ നിന്ന് വന്നു കേട്ടെ നമ്മുടെ കൊമ്പൻ. ഇപ്പം കേരളയിലാണ് ഇരിക്കുന്നത് വണ്ടി. ജയഗിരു ആക്സിഡൻ്റ് ആവുന്ന വീഡിയോയിൽ ഞാൻ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ നല്ല കത്തിച്ചങ്ങോട്ട് വിടാം. ആണെങ്കിൽ പതിയെ ഫ്രണ്ടിലോട്ടൊക്കെ അങ്ങ് വെട്ടിച്ച് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് വെട്ടിച്ച് കയറാട്ടോ. മാരെയൊക്കെ ഇനി വെട്ടിക്കുമ്പോൾ നാളെ രാവിലെ ഓടില്ല. ഉമ്മരെ വെട്ടിക്കേണ്ടി വരും. ആണെങ്കിൽ ഉമ്മരെ വെട്ടിക്കാൻ പൂതിയാകുമ്പോൾ ഉമ്മരെ വെട്ടിക്കണം കേട്ടോ. ഇതിപ്പോൾ വെട്ടിക്കണം. നമുക്ക് നേരെ എന്തായാലും വെട്ടിക്കാൻ കയറാം. ഇതുവഴി കൂടെ വെട്ടിച്ചിട്ടാ. ഇത് മെയിൻ റോഡല്ല, മെയിൻ റോഡാണ് അങ്ങനെയെങ്കിലും നമുക്ക് പറയുന്നത്. മെയിൻ റൂട്ടാണെങ്കിൽ ഇത് മെയിൻ റൂട്ടല്ല, ഇത് സാധാ റോഡാണ്. മെയിൻ റോഡാണെങ്കിൽ എത്രയ്ക്ക് സ്പീഡിലെങ്കിലും പോവായിരുന്നു. ഓക്കെ ഓക്കെ, പതിയെ പതിയെ മതി. പക്ഷെ എൻ്റെ പൊന്ന് നമ്മൾ സ്പീഡിനോടെ ഉണ്ട്. വലിയ സ്പീഡിനൊന്നും വിടണ്ട, സ്പീഡ് കൂട്ടി റോങ് സൈഡിൽ കൂടെ കയറാം. നമുക്ക് റോങ് കയറാം കേട്ടോ. റോങ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മളെല്ലാം വണ്ടികളും തന്നെ റോങ് സൈഡിൽ റോഡുണ്ട് കേട്ടോ. റോങ് സൈഡിൽ കൂടെ നമുക്കിനി എല്ലാവരും ഓവർടേക്ക് ചെയ്യാം. അതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. നിങ്ങൾക്കറിയാം റോങ് സൈഡിൽ കൂടെ കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാം, ആരെങ്കിലും ഈ കൂട്ടത്തിൽ അറിയാം ഇങ്ങനെ പറട്ടോ. എനിക്കറിയത്തില്ല റോങ് സൈഡിൽ കയറാമോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വേണം പറഞ്ഞുതരാൻ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വേണം പറഞ്ഞുതരാൻ. സബ്സ്ക്രൈബേഴ്സിനെ അറിയത്തുള്ളൂ നമ്മളെ ചെക്കൻ്റെ സ്പീഡ്. ചെക്കൻ നമുക്ക് ഇവിടെ എല്ലാം വണ്ടി നിർത്തിയിട്ട് വീഡിയോ കിട്ടിയാട്ടോ. ഇവിടെ വലിയൊരു പോരാട്ടത്തിലാണ് ഞാനും ആ റിക്കവറി ലോറിയും. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു കുഴപ്പമില്ല, നമുക്കിനി സുഖമായിട്ട് വീഡിയോ എടുക്കാം. ഇപ്പം നമ്മൾ വണ്ടിയുടെ സ്പീഡ് കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരും. ഞാനേ കാണിച്ചു തരാം. ഇതാണ്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം എടുക്കുക നോക്ക്. സ്പോർട്സ് പവർ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല സ്പീഡിലാണ്. അമ്മച്ചി പക്ഷെ എൻ്റെ പൊന്നു അതിപ്പോൾ തട്ടിയാണ് റോങ് കയറി അങ്ങ് പോയത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്താമെന്ന് വിചാരിക്കണേ. റിസ്ക് എടുക്കുന്നവരെ ജയിക്കത്തോളൂ എന്നാണ് നമ്മളെ
വീഡിയോസിലെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇടിച്ച് ഭാഗ്യത്തിന് ഇടിച്ചില്ല, ബ്രാക്ക് ഉണ്ടായിക്കൊണ്ട് ഇടിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പൊ തട്ടിയാണ്. നമുക്കിനി അടുത്ത മാപ്പിലോട്ടേക്ക് പോകാനുള്ള സമയത്ത് ഈ മൈക്ക് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. മൈക്ക് ഇച്ചിരി നേരത്തേക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ടി വരുമായിരിക്കും. ഇന്ത്യൻ സർവർ ഇട്ട് കളിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോവാം. മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മൈക്ക് ഇട്ട് തന്നെ കളിക്കാമെന്ന് വിചാരിച്ചു. മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും വീഡിയോ എടുത്താൽ മൈക്ക് ഒരിക്കലും ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും ഈ റൂട്ട് ഞാൻ കയറിയിട്ടുണ്ട്. പണ്ട് ഒരു ദിവസം ഈ റൂട്ടിൽ നമ്മൾ ഓട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം ഈ റൂട്ടിലോട്ടൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. അത് അമ്മച്ചി കിളവാൻ വേണ്ടി വരാ. ഓക്കെ നമുക്കിനി ഇവനെ ഇടിച്ച് തെറിപ്പിച്ചോണ. എടാ അതിന് സമ്മതിക്കൂല നീയൊക്കെ. പക്ഷെ എൻ്റെ പൊന്നു, ഞാൻ ഇടിച്ചങ്ങ് കയറാന്ന് വിചാരിച്ച ചെക്കൻ സമ്മതിച്ചില്ല. ഓക്കെ നമുക്ക് നേരെ ഈ റോങ്ങ് കയറിയങ്ങ് പോവാം. ഇനിയിപ്പോൾ നമുക്ക് ഏത് റോങ്ങായാലും കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് കയറിയിട്ടുണ്ട്. റോങ് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പുറത്തെ റോഡായിരുന്നു ഗൈസ് നമുക്ക് കയറാനുള്ളത്. പക്ഷെ ഞാൻ അറിയാതെ ഇപ്പുറത്തെ റോട്ടിലൂടെ കയറിയിട്ടുണ്ട്. ഓക്കെ അങ്ങനെ 2 റോഡും ഒന്നായിട്ടുണ്ട്. നമുക്ക് ഇന്നേരം എന്തായാലും പോകണ്ടേ ഗൈസ്. അവിടെ ആ വണ്ടി കൊണ്ട് ഫ്രണ്ടിലിട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടിച്ചത് കൊണ്ട് വെച്ച്. ആ വണ്ടി ഫ്രണ്ടിലില്ലായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് കയറി പോയേനെ. പക്ഷെ എൻ്റെ പൊന്നു, ആ വണ്ടി ഫ്രണ്ടിൽ കിടന്നുകൊണ്ടാണ് അതിൻ്റെ പുറം ഭാഗം പോയിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഭാഗം ഫുള്ള് പോയിട്ടുണ്ട്. എന്നാലും പൈസ കൊടുക്കണം. അതേപോലത്തെ ഒരു വണ്ടി എന്നിട്ട് കാണിച്ചിട്ട് അതുകൊണ്ട് അതേപോലത്തെ ഒരു വണ്ടി, ഇന്നോവ അല്ല, അതേപോലത്തെ ഒരു വെള്ള കളറ് വാൻ. അത് നിങ്ങൾ കണ്ടല്ലോ ആര് ഇടിക്കാൻ വേണ്ടി പോയപ്പോൾ. ഇന്ന് നമുക്ക് നേരെ പോകട്ടോ. വളവള അടിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. നേരെ എന്നാലും ബസ് സ്റ്റോപ്പിലോട്ട് കൂടെ. പക്ഷെ എൻ്റെ ഉമ്മച്ചി ഞാൻ എപ്പോഴും വന്ന തട്ടുകടയുള്ള സ്റ്റോറീസാണ് കേട്ടത്. നേരെ എന്നാലും ഇന്നിപ്പോൾ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നേരെ എന്നാലും പോവാം. ഗൈസ് വെട്ടിച്ചങ്ങ് കയറാം ഗൈസ്. ഇനി ഒന്നും നോക്കില്ല, പടച്ചങ്ങ് പോവാം. പിടച്ച് പോവാം കേട്ടാ. പിടച്ചത് ഉദിനെ കൊണ്ട് പിടച്ചങ്ങോട്ടൊക്കെ വിടാം. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഫുൾ വീഡിയോ ആണ്. ഇത് ഇനി വീഡിയോ ചിലപ്പോൾ ഇടാൻ പറ്റൂല. ലോവറായൊരു വീഡിയോ ഉണ്ട്. ഇത് ചിലപ്പോൾ പാർട്ട് 2 ആക്കി ഇടേണ്ടി വരും. ഗൈസ് നമുക്ക് ഇതുവഴി കൂടി ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ചിലപ്പോൾ പാർട്ട് 2 ആക്കി ഇടേണ്ടി വരും. പാർട്ട് 2 ആക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സത്യമാണ്, പാർട്ട് 2 ആക്കി ഇടേണ്ടി വരും. നമ്മൾ അവിടെ നിന്ന് ഇത്രയും നേരം ട്രാവൽ ചെയ്ത് അതിൻ്റെ കൈയൊക്കെ കഴക്കണം. നമുക്ക് നേരം ഓട്ടോമാറ്റിക്കലി ഇടാം. ഓട്ടോമാറ്റിക് പോവാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇട്ടപ്പം സ്പീഡ് ജസ്റ്റ് ഒന്ന് കുറയാൻ തുടങ്ങി. നമുക്ക് ഇപ്പം 157 നമ്മളെ വണ്ടിയുടെ ഇപ്പോൾ ഹോഴ്സ് പവർ ഇരിക്കുന്നത്. അതിൽ കുഴപ്പമില്ല. എൻ്റെ കൈ കിടക്കുന്നു, വണ്ടിയുടെ കാല് കിടക്കുന്നു. വണ്ടിയുടെ ആക്സിലേറ്റർ ഈ ചവിട്ടിയിട്ട് ഇച്ചിരി നേരം വണ്ടിയുടെ സ്റ്റിയറിങ് തിരിച്ചു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ റൗണ്ട് തന്നെ ഇട്ടേക്കാം. നേരം കയറി പോകാം. എല്ലാ വണ്ടികളൊക്കെ വെട്ടിക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ സിമ്പിൾ റൗണ്ട് ഇട്ടത്. പക്ഷെ പറ്റിയില്ല. അവിടെ ചെക്ക് പോസ്റ്റ്. പക്ഷെ എൻ്റെ പൊന്നു, അത് കണ്ടില്ല എന്നെങ്കിൽ ഇപ്പം അവിടെ കൊണ്ടുപോയി ഇടിച്ചു കൊടുത്തേനെ. ഓക്കെ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പോകാൻ.
പൈസയും കൊടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പൈസയൊക്കെ കൊടുത്ത് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പുറപ്പെട്ടേ ഉള്ളൂ കേട്ടോ. ഇന്നലെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടെന്ന് പറയാം. നമ്മൾ കുറച്ചൊക്കെ ട്രാവൽ ചെയ്യാനുണ്ട്. കുറച്ചല്ല, ഇനി കൂടുതൽ നേരം ട്രാവൽ ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇനിയും കുറേ നേരം ട്രാവൽ ചെയ്താൽ എന്തായാലും എൻ്റെ എല്ലാവരും കാറ്റ് പോയി വലിച്ച് നേരം എന്തായാലും മാപ്പ് നിന്നിടം വരെ വെയിറ്റ് ചെയ്യടാം. നമ്മളിനി ഒരിക്കലും വെയിറ്റ് ചെയ്ത് സിമ്പിളായിട്ട് കയറിപ്പോ എല്ലാ വണ്ടികളെയും വെട്ടിച്ച് പോകുന്നതാണ് ഇന്നത്തെ നമ്മളെ ജോലി ഗൈസ്. എന്തു പറഞ്ഞാലും നമ്മൾ അതിനെയൊക്കെ വെട്ടിച്ച് കയറും കൂടെ. ഓക്കെ, നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാപ്പ് റൂട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. ഓക്കെ എത്താറായിട്ടുണ്ട്. സിഗ്നൽ കിടക്കട്ടെ, ഞാൻ പോവാം ഗൈസ്. ഇപ്പോൾ ഇവിടെ വലിയൊരു സിഗ്നലായിട്ടുണ്ട്. ഇപ്പോൾ എന്തിലൊക്കെ പച്ചയായിട്ടുണ്ട്. നമുക്ക് പതിയെ എടുക്കാം. നമുക്ക് നേരം ഈ ബസ് ഫ്രണ്ടിലോട്ട് പോകുന്നു. എൻ്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പതിയെ അങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് നേരെ വിട്ടടിച്ചു. അയ്യോ, സൈഡിൽ നിന്ന് ഫോർച്യൂണർ എൻ്റെ അമ്മച്ചി ഇടിച്ചില്ല. ഭാഗ്യത്തിന് ഇടിച്ചില്ല. ഓക്കെ, എത്താറായിട്ടുണ്ട്. എത്താറായിട്ടുണ്ട്. എന്തായാലും ഞാൻ എത്തിയിട്ട് കാണാം. നമുക്ക് അപ്പുറത്തോട്ടേക്ക് ഇറങ്ങണ്ടേ? വണ്ടിയുടെ പെട്രോൾ കണ്ടാ? പെട്രോൾ അടിക്കണം. പോകുന്ന വഴി എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ കയറി അടിക്കാം. പക്ഷെ എൻ്റെ പൊന്നു, ഞാനൊരു പെട്രോൾ പമ്പ് കണ്ടാണ്. അത് മനഃപൂർവ്വം കയറാത്തല്ല, ഞാൻ കണ്ടില്ലായിരുന്നു. അത് ഇപ്പോഴാണെന്ന് കണ്ടത് അത്. പക്ഷെ എൻ്റെ പൊന്നു, മനഃപൂർവ്വം കയറാത്തന്നല്ല. അല്ലാണ്ട് ഇനി പോകുന്ന വഴി കയറാം ആ പെട്രോൾ പമ്പിലോട്ടേക്ക്. ഓക്കെ, വേണ്ടേ നമ്മളെ ബസ് സ്റ്റോപ്പ്. ഇതുവഴി കയറി അങ്ങ് പോകണ്ട, അതുവഴി കൂടെ കയറാം. ഇതാണ്ടാ ഞാൻ പറഞ്ഞ വഴി. നേരെ എന്തായാലും പോവാം. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നു. പക്ഷെ എൻ്റെ അമ്മച്ചി നമുക്ക് ഈ സൈഡ് ഇച്ചിരി ബാക്കി കിട്ടില്ലേ, വലിയൊരു കാര്യമാണ്. ഇവന്മാരൊക്കെ വണ്ടി കൊടുത്ത് വരുന്നു. എനിക്ക് പേടി വന്നിട്ട് കേട്ടോ. ഇനി മേളിൽ നേരെ അങ്ങനെ വണ്ടി വരുന്നുണ്ടോ എന്നാ പറയണ്ട. ഇവന്മാർക്ക് അർജൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് പറയണ്ടേ. നമ്മളെ വണ്ടിയിൽ ഫുള്ള് പൊടിയായിട്ടുണ്ട്. ഓതി അടുത്ത ബസ്സും വരുന്നു. പക്ഷെ എൻ്റെ അമ്മച്ചേ, എത്ര ബസ്സാടെ ഇനി നമ്മൾ ഇവിടെ നിന്ന് കാണാനുള്ളത്. അടുക്ക് പോകും. ഇപ്പം നമ്മൾ എത്ര സ്പീഡിൽ വന്നെന്നൊക്കെ അറിയാൻ പറ്റൂല. വരുന്നു. എടാ, ഇവന്മാർക്കൊക്കെ ഒരു വണ്ടി കയറാൻ കാണുന്നില്ലേ? പതിയെ പോയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും വണ്ടി ഇപ്പം ഞാൻ കയറുന്നതിന് മുന്നേ പറഞ്ഞു. പക്ഷെ എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞില്ലേ, ഇതാ വരുന്നു. പക്ഷെ എൻ്റെ പൊന്നോ, സൈഡിലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ എങ്ങനെ കയറാം. പക്ഷെ എടാ നീയൊക്കെ എന്തുവാടാ? നമുക്ക് പതിയെ അങ്ങോട്ടേക്ക് കയറാം. അപ്പം നമ്മൾ എത്ര ഹോട്ട് സ്പവറിൽ കയറിയെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ വെറുതെ ഒന്നിട്ട് ഒമ്മച്ചി വണ്ടി ഹോട്ട് സ്പവർ കഴിഞ്ഞു. ഇപ്പം നമ്മൾ കുറേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് നമ്മൾ ഇത്രയും സ്പീഡിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയും സ്പീഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അത്യാവശ്യം കേട്ടോ. അപ്പോൾ ഞാൻ തംബ്നെയിലൊക്കെ ഇട്ടാൻ വേണ്ടി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ.